ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് നല്ല അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുത്താലോ. നല്ല മധുരമുള്ള നല്ല അടിപൊളി സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ലേ. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പം നമുക്കിത് ആദ്യം തന്നെ അര ഗ്ലാസ് പച്ചരി എടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതേ ഗ്ലാസ് തന്നെ നമുക്കൊരു 1/4 ഗ്ലാസോളം ഉഴുന്നും കൂടി എടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ഉഴുന്ന് പരിപ്പുണ്ടല്ലോ നമ്മൾ ഇഡ്ഡലിക്കൊക്കെ എടുക്കുന്ന അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് 2-3 തവണ കഴുകിയിട്ടെടുക്കാം കേട്ടോ. നന്നായിട്ട് കഴുകിച്ച് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചെടുത്തിട്ട് ഒരു 3/4 മണിക്കൂർ നമുക്ക് അതിനൊന്ന് സോക്ക് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതാ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ 3/4 മണിക്കൂർ മതിയാവട്ടോ. 1 മണിക്കൂറൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ അത് സോക്കായി കിട്ടിക്കോളും. നമുക്ക് അത്ര ആയാൽ മതിയേ. ഇനി നമ്മളിതാ ഇതിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അത് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അരച്ചിട്ടെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 3/4 കപ്പോളം തേങ്ങ ചിരവിയതും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അരച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് തേങ്ങ അരച്ചെടുക്കേണ്ടിയില്ല. നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടല്ലോ. ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് അതിൽ കാണുന്ന രീതിക്ക് നമുക്ക് അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിതാ ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പീസ് വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇനി മധുരം കുറവുള്ള ചില വെള്ളത്തിനൊക്കെ നമുക്ക് നല്ല മധുരം കിട്ടണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് 3 പീസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിനൊന്ന് അരച്ചെടുത്തിട്ട് ഞാൻ വീണ്ടും ആ പാത്രത്തിൽ തന്നെ അതിനങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അരച്ച് വെച്ചിട്ടുള്ള നമ്മളെ മാവുണ്ടല്ലോ അത് ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ 1 മിനിറ്റോളം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതൊന്ന് ടൈറ്റ് ആയിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങ് കട്ടിയായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ നിൽക്കുക കേട്ടോ. കൈ ഇളക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. അങ്ങ് ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ. ഇപ്പോൾ ഇതാ ഏകദേശം നന്നായിട്ട് ഒന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് പെട്ടെന്ന് അങ്ങ് കട്ടിയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടിക്കോളും. അങ്ങ് ഒരുപാട് സമയം എടുക്കില്ല. ആദ്യം നമ്മളിത് ഇങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട പോലെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണാം. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഇതിന് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി നന്നായി മിക്സായിട്ട് നല്ല കട്ടയൊന്നുമില്ലാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഇതിലുള്ള മധുരത്തിൻ്റെയും നമ്മൾ തേങ്ങ ഇടുന്ന അളവൊക്കെ കറക്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. മധുരമൊക്കെ നല്ല രീതിക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കയ്പ്പ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഉഴുന്നിന് ചെറിയൊരു കയ്പ്പ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ മധുരം കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ അത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ടൈറ്റായി വന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 2-3 ഏലക്കായ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ഏലക്കായ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്തിന് നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുക. ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മറ്റേ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വറുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ വേവിച്ചെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല, റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരിവാട്ടോ നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ ആയി കിട്ടണം നമുക്ക്. എന്നാലും മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയെ. അപ്പോൾ ഗീ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഒഴിച്ച് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഗീ ഒഴിക്കുന്നോറും നമ്മളെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയെ. നല്ല ആ ഒരു ഗീന് നല്ല ടേസ്റ്റും ആ ഒരു മധുരം ആ തേങ്ങയുടെ ആ ടേസ്റ്റും ഒക്കെ ഉണ്ടായിട്ട് നല്ല റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഞാനൊന്നും മറക്കില്ലേ. അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.